കേരള മറൈനേഴ്സ് ഫോറം പ്രസിഡന്റ് ക്യാപ്റ്റൻ ജമാൽ ചേരുന്നുണ്ട്. ജമാൽ സാർ, സ്വാഗതം. നമ്മുടെ കൊല്ലം തീരത്ത് നിന്ന് ഇപ്പോഴത്തെ വർക്കല തീരത്തേക്ക് കൂടി ഈ കണ്ടെയ്നറുകൾ അടിയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതിൽ നിന്നും ചാക്കുകെട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷെ അതിൽ എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്കില്ല. അപ്പോൾ ഇത് ആളുകൾ ഇങ്ങനെ കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും ഇതിൽ ഉണ്ടാവുക എന്നുള്ളത് കണ്ടെത്തേണ്ടത്, അത് പരിശോധിക്കേണ്ടത് ഏറെ ശ്രമകരമായ ഒരു കാര്യമാണോ? അതേപോലെ ഇപ്പോൾ പലയിടങ്ങളിലും വന്നിട്ടുള്ളത് കാലിയായ കണ്ടെയ്നറുകളാണ്. അപ്പോൾ ഈ മറൈൻ ഓയിലൊക്കെ ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ എണ്ണപ്പാട കടലിൽ വ്യാപിക്കുന്നത്, അത് നീക്കം ചെയ്യാൻ ഉള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ. അപ്പോൾ ഇതൊക്കെ ഏറെ ശ്രമകരമായ ഒരു കാര്യമാണോ സർ, ഈ ഒരു കണ്ടെയ്നറുകൾ ഇങ്ങനെ തീരത്ത് വന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ? കേൾക്കാമോ പറയുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ സർ. തീർച്ചയായിട്ടും ഇതൊരു നമ്മുടെ ഒരു ദുരന്തം തന്നെയാണ്. കപ്പലിൽ നിന്ന് സ്വാഭാവികമായിട്ടും ആ കപ്പലിൽ ഉണ്ടായിരുന്ന ഇന്ധനമാണ് ഇപ്പൊ നമുക്ക് കടലിൽ ആ കാണുന്ന എണ്ണപ്പാട എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലീനപ്പ് ഓപ്പറേഷൻ തീർച്ചയായിട്ടും വലിയ ഒരു സംഭവം തന്നെയാണ്. അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത്ര പെട്ടെന്ന് തീരാവുന്ന ഒരു കേസല്ല. രണ്ടാമത്, നേരത്തെ നിങ്ങൾ ചാനൽ കാണിച്ചതുപോലെ കരക്ക് അടിഞ്ഞിട്ടുള്ള സാധനങ്ങൾ, കണ്ടെയ്നർ പൊട്ടി വന്നിട്ടുള്ള സാധനങ്ങൾ സ്വാഭാവികമായിട്ടും ആ കപ്പലിന്റെ ഡെക്കിൽ, അതായത് ഉൾഭാഗത്തല്ലാതെ പുറത്ത് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകളിൽ നിന്നുള്ളതായിരിക്കും ഇപ്പോൾ വന്നിട്ടുണ്ടാവുക. സോ നമ്മുടെ കപ്പൽ താഴേക്ക് പോയത് കൊണ്ട് കപ്പലിനകത്തുള്ള കണ്ടെയ്നേഴ്സ് സ്വാഭാവികമായിട്ടും ആ കപ്പലിനോട് കൂടെ താഴേക്ക് പോയിട്ടും ഉണ്ടാവും. അപ്പൊ ഈ കണ്ടെയ്നർ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കൽ ഒരു കോമൺ ആയിട്ടുള്ള ആൾക്ക് മനസ്സിലാവണമെങ്കിൽ പെട്ടെന്ന് ആ കണ്ടെയ്നർ പുറത്ത്, ഇപ്പോഴും അതിന്റെ എന്താണ് ഹസാർഡസ് ആണോ അല്ലേ എന്നറിയാൻ IMDG പ്രകാരമുള്ള ഒരു സ്റ്റിക്കർ അതിന്റെ പുറത്തുണ്ടായിരിക്കും. അപ്പൊ ആ സ്റ്റിക്കർ കണ്ടാൽ സാധാരണക്കാരന് മനസ്സിലാവണമെന്നില്ല. എന്നാലും നമ്മൾ ഈ ഹൈലി ഇൻഫ്ലേമബിൾ എന്നൊക്കെ കണ്ടിട്ട് നമ്മൾ ടാങ്കറിന്റെ പുറത്തൊക്കെ വല്ല സ്റ്റിക്കർ കണ്ടിട്ടില്ലേ? അതുപോലെയുള്ള സ്റ്റിക്കറുകളൊക്കെ കാണണ്ടേ തീർച്ചയായിട്ടും ആ കണ്ടെയ്നറിന് അടുത്തേക്കൊന്നും പോകരുത്. മാത്രമല്ല, ഈ കണ്ടെയ്നറിനകത്തുനിന്ന് പുറത്തുനിന്ന് വരുന്ന സാധനം നമുക്ക് എന്താണെന്ന് നിലവിൽ അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ കരക്കടിഞ്ഞ സാധനങ്ങളിൽ തൊടാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നന്നായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായിട്ടും സാർ, അതേപോലെ തന്നെ ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ തീരം മാറി അടിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ആശങ്കയുമുണ്ട്. അതേപോലെ സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തുടരുത് എന്നുള്ള നിർദ്ദേശം നമ്മൾ നേരത്തെയും കൊടുത്തിരുന്നതാണ്. പക്ഷേ ആളുകൾ തന്നെയാണ് ഇത് വലിച്ചുകൊണ്ട് കരയ്ക്ക് അടുപ്പിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ആശങ്ക ഇനിയും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും നമുക്കൊരു സാധനം എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മളത് പോയിട്ട് തൊടാൻ പാടില്ലല്ലോ. അതൊരു കോമൺ സെൻസിന്റെ കാര്യമല്ല. അതിപ്പോ ഇനിയും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അതിന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ എന്തായാലും ആ കപ്പലിൽ ഉണ്ടായിരുന്ന എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഒരു കപ്പൽ ഒരു പോർട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, എസ്പെഷ്യലി കണ്ടെയ്നർ ഷിപ്പ്, ആ കപ്പലിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ള കാർഗോ മാനിഫെസ്റ്റ് കപ്പലിന്റെ ക്യാപ്റ്റൻ പോർട്ട് അതോറിറ്റിക്ക് നൽകുന്നതാണ്. ആ കാർഗോ മാനിഫെസ്റ്റ് തീർച്ചയായിട്ടും വിഴിഞ്ഞം പോർട്ടിന്റെ കയ്യിലുണ്ടാവും. അതുപോലെ നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ കപ്പലിൽ എന്തുണ്ടായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ ഒരു വിവരം കോസ്റ്റ് ഗാർഡിനും വിഴിഞ്ഞം പോർട്ടിനും ഉണ്ടാവും. എന്ത് കണ്ടെയ്നറാണ് ലോഡ് ചെയ്തിട്ടുള്ളത്, ആ കണ്ടെയ്നറുകളുടെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ആ കണ്ടെയ്നേഴ്സിന്റെ ഓണേഴ്സ് സ്വാഭാവികമായിട്ടും ഓൾറെഡി വിഴിഞ്ഞം പോർട്ടിനെയും നമ്മുടെ കസ്റ്റംസിനെയും അറിയിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ളിൽ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമ്മൾ കസ്റ്റംസിനെ അറിയാം. അവരാണുള്ളത് പരിശോധിച്ചിട്ട് ആ കപ്പലിലേക്ക് ലോഡ് ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അറിയാത്ത സാധനങ്ങളൊന്നും ആ കപ്പലിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ കൂടി ആ കപ്പലിനെ, ഓരോ കണ്ടെയ്നറിന്റെയും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു യുണീക്ക് നമ്പർ എല്ലാ കണ്ടെയ്നറിന്റെ മുകളിൽ ഉണ്ടായിരിക്കും. അപ്പൊ ആ കണ്ടെയ്നർ നമ്മുടെ തീരത്ത് കണ്ടെത്തിയിട്ടുള്ള ആ കണ്ടെയ്നറിന്റെ പുറത്തുള്ള നമ്പർ നമ്മളെ കോസ്റ്റ് ഗാർഡിന് കസ്റ്റംസിന് കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനകത്ത് എന്താണ് ആ കാർഗോ ഓണർ ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കൽ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇപ്പൊ കണ്ടെത്തിയ കണ്ടെയ്നർ പുറത്തുള്ള കണ്ടെയ്നർ ഐഡന്റിഫിക്കേഷൻ നമ്പർ കസ്റ്റംസിന് കൈമാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പറഞ്ഞു തരാൻ കഴിയും അതിനകത്ത് എന്താണ് ഉള്ളത് എന്നുള്ളത്. അതിനനുസരിച്ചിട്ട് നമുക്ക് ആക്ഷൻസ് എടുക്കാവുന്നതാണ്. അപ്പൊ ഇതിനൊരു കോർഡിനേഷൻ മാത്രമാണ് ഇപ്പൊ അത്യാവശ്യമുള്ളത്. കണ്ടെയ്നർ കണ്ടെത്തുന്നു, ഉടനെ നമ്മളുടെ കേരള ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ കസ്റ്റംസിന്റെ പ്രതികരിച്ചതിന് ക്യാപ്റ്റൻ ജമാൽ. അതായത് ഈ കണ്ടെയ്നറിൽ വന്ന സാധനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കൃത്യമായ വിവരങ്ങൾ ക്യാപ്റ്റന്റെ പക്കലും മറ്റ് ബന്ധപ്പെട്ടവരുടെ പക്കലും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതേപോലെ ഇതിൽ തുടരുത് എന്നുള്ള
ശക്തമായ കർശനമായ നിർദ്ദേശം ജനങ്ങൾക്ക് നൽകിയതുമാണ്. അതുകൊണ്ട് തന്നെ അതൊരു കോമൺ സെൻസ് ആണ്. നമുക്കറിയാത്തൊരു സാധനം അതിലേക്ക് പോയി തൊട്ടു നോക്കാനോ ഒന്നും നിൽക്കരുത്. ഇപ്പോൾ പക്ഷെ നമ്മൾ വർക്കലയിൽ കണ്ടത് ആളുകൾ തന്നെയാണ് ആ ചാക്കുകെട്ടുകൾ വലിച്ച് കരയ്ക്ക് അടുപ്പിക്കുന്ന ഒരു കാഴ്ചയുള്ളത്. അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ബന്ധപ്പെട്ട ആളുകളെ 112 എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഈ സാധനങ്ങൾ കരയ്ക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുകയാണ്.